നമസ്തേ. സുഭാഷിതം. മാത്രാസ്പർശാസ്തു കൗന്ദേയ ശീതോഷ്ണ സുഖദുഃഖദാ ആഗമാപായിനോ നിത്യാ താം സ്ഥിതിക്ഷസ്വ ഭാരത. ഈ സുഭാഷിതം ഭഗവത്ഗീതയിലെയാണ്. ഇവിടെ അർജുനനോട് പറയുന്ന ഒരു സംഭവമായിട്ടാണ് ഈ സുഭാഷിതം വിവരിക്കുന്നത്. ചൂട്, തണുപ്പ്, സുഖം, ദുഃഖം മുതലായ അനുഭവങ്ങൾ പഞ്ചേന്ദ്രിയങ്ങൾ അതാതിൻ്റെ വിഷയങ്ങളുമായി സമ്പർക്കത്തിൽ ഏർപ്പെടുമ്പോൾ ഉണ്ടാകുന്നവയാണ്. അവ ആരംഭവും അവസാനവും ഉള്ളവയും അനിത്യങ്ങളുമാണ്. അതുകൊണ്ട് അർജുന, നീ അവയെ സഹിച്ചാലും എന്നാണ് ഇവിടെ ഈ സുഭാഷിതത്തിൻ്റെ അർത്ഥം പറഞ്ഞത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരേ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, ഒരിക്കൽ സുഖമുണ്ടെങ്കിൽ തീർച്ചയായും പിന്നീടൊരിക്കൽ ദുഃഖവും വന്നു ചേരും. അത് രണ്ടും ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങൾ എന്നതുപോലെ തന്നെ ഒരു വളവ് ഇടത്തോട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനനുസൃതമായി വലത്തോട്ടൊരു വളവുണ്ടാകും. ജീവിതത്തിലെ ദുഃഖവും സുഖവും സമ്മിശ്രമായി നിൽക്കുന്ന ഒരു കാലത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. പിന്നെ ഇവിടെ ചൂടും തണുപ്പും എന്ന് പറയുമ്പോൾ ഒരവസ്ഥ, അത് അനിത്യങ്ങളാണ്. എന്തായാലും ചൂട് തുടങ്ങുന്നൊരു സമയമുണ്ട്. അതായത് വളരെ ശാന്തമായിരിക്കുന്ന ഒരവസ്ഥയിൽ നിന്ന്, ഒരു അന്തരീക്ഷ വ്യത്യാസവുമില്ലായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ചൂട് ആരംഭിക്കുമ്പോൾ ആ തുടക്കമുണ്ട്. അതൊരു പ്രത്യേക സമയത്ത് കൊണ്ട് അവസാനിക്കുന്നു. ഇതേപോലെയാണ് തണുപ്പും. ഒരു സമയത്ത് ആരംഭിക്കുന്നു, ഒരു പ്രത്യേക സന്ദർഭത്തിൽ അവസാനിക്കുന്നു. പക്ഷെ അത് വിപരീതമാണെങ്കിൽ തന്നെയും ചൂടിനെ ഇല്ലായ്മ ചെയ്യാൻ തണുപ്പിനും, തണുപ്പിനെ ഇല്ലായ്മ ചെയ്യാൻ ചൂടിനും സാധിക്കുന്നു എന്നുള്ളതാണ്. അതൊക്കെ നമ്മൾ സഹിക്കണം നമ്മുടെ ജീവിതത്തിൽ എന്ന ഒരു ഉദാഹരണത്തോടു കൂടിയാണ് ഇവിടെ ഈ സുഭാഷിതം മനസ്സിലാക്കേണ്ടത്. നമസ്തേ.